ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അമ്മയ്ക്ക് ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചക്ക കൊണ്ടൊരു ഇലയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. ചക്കപ്പഴം നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. ഇന്നലെ കിട്ടിയതാണ്. ഇന്നലെ നമ്മൾ പ്ലാവിൽ പഴുത്ത് നിന്നതാണ്. കാക്ക കൊത്തിയപ്പോഴാണ് കണ്ടത്, അങ്ങനെ അടത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ഇലയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി രാവിലെ തന്നെ. അപ്പോൾ അതിൻ്റെ ചുളയൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ചക്കക്കുരു ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് അമ്മ ഒരു ചക്ക എടുക്കാനായിട്ട് വന്നു. അമ്മ 1-2 ചക്കച്ചുളയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് പോയി കേട്ടോ. ഇതിന് മുന്നേ ഞാനും 1-2 കഴിച്ചു കേട്ടോ, ചക്കച്ചുള എടുക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇത് അരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇല എടുക്കാൻ പോകുന്ന വഴിക്ക് നമ്മുടെ രാവിലത്തെ ഫുഡൊക്കെ അടിച്ചിട്ട് കോഴിക്കുട്ടന്മാരെ വിശ്രമിക്കുകയാണ് കേട്ടോ. ഈ പുള്ളിക്കാരനെ കണ്ടോ, ഇവർ നല്ല ഇണക്കത്തിലാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ പുള്ളിക്കാരനെ വിളിക്കണേ. ഇവർ നല്ല ഇണക്കമാണ്. നമ്മൾ തൊടാനും പിടിക്കാനൊക്കെ നിന്ന് തരും. അവ ഓടത്തൊന്നുമില്ല കണ്ടോ, നല്ല ഇണക്കമാണ്. നമ്മൾ എടുക്കാൻ പിടിക്കാം എന്താണെങ്കിലും ചെയ്യുക, ആശാനെ അവൻ നിന്നരും. പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല കേട്ടോ, ഒരടുത്തേക്ക് വന്നുമ്പോൾ തന്നെ ഓടി കളയും. ഇങ്ങനെയാണ്. അപ്പം ഞാനിതാ വട്ടയിലയാണ് എടുത്തത്. വാഴയിലയിലും ഉണ്ടാക്കാം, വട്ടയിലയാണ് പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റും കേട്ടോ. എനിക്കിഷ്ടം വട്ടയിലയിൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ വട്ടയിലയിൽ ഗോതമ്പ് മാവ്, അരിമാവിലും ഉണ്ടാക്കാം. ഗോതമ്പ് മാവിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് പരത്തി കനം കുറച്ച് പരത്തിയിട്ട് അതിന് നടുക്ക് തേങ്ങയും പിന്നെ അത് അരിഞ്ഞു വെച്ച ചക്കപ്പഴവും നിരത്തി വയ്ക്കുകയാണ് കേട്ടോ. ശർക്കരയും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല. അമ്മ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം തന്നെ ചക്കയുടെ മധുരം ഉണ്ടാകും ആവശ്യത്തിന്. അപ്പോൾ ശർക്കരയും പഞ്ചസാരയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഷുഗറായിട്ടുള്ള അച്ഛനും കഴിക്കാം, നമുക്കും ആവശ്യത്തിനുള്ള മധുരം കിട്ടും. അപ്പോൾ അന്ന് വെച്ച് വന്നാൽ അത് വേണ്ടാന്ന് കരുതി തേങ്ങയും ചക്കയും മാത്രം വെച്ചിട്ട് നമ്മൾ മടക്കി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മടക്കി രണ്ടായിട്ട് മടക്കി 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി അങ്ങ് വെക്കുക. ഇങ്ങനെ കമത്തി തന്നെ നമ്മൾ ആവിക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ കമത്തി തന്നെ അങ്ങ് വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ മടക്കിയതൊക്കെ പോകും. പിന്നെ ഞാൻ പല്ല് തേക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് നമ്മുടെ പൊന്നിയെ അവിടെ കിടക്കുന്ന കണ്ടത്. വൈകിട്ടത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആശ നല്ല ഉറക്കത്തിലാണ് കേട്ടോ രാവിലെ തന്നെ. തൊട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പക്ഷെ കൂടുതൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവൻ അള്ളി പിടിക്കാൻ നോക്കുക കേട്ടോ. അധികം ഒന്നും പ്രശ്നം ഉണ്ടാക്കാതെ കിടക്കുകയാണ് കള്ളൻ. ഞാൻ കിടന്നിട്ട് സമ്മതിക്കുന്നില്ല എന്ന് എഴുതിയിട്ട് ഇത് ഇറങ്ങി പോവുകയാണ്, സ്ഥലം മാറിപ്പോവാന്ന് എഴുതിയിട്ട്. അപ്പം നമ്മുടെ ചിപ്പ് അവനെ പരിശോധിക്കുകയാണ് കേട്ടോ. പൊന്നിനെ എപ്പോൾ കണ്ടാലും ചിപ്പ് പരിശോധിച്ചിട്ടേ വിടുള്ളൂ. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് വന്നു, മുഖമൊക്കെ കഴുകി. ഇനി നമ്മൾ ചൂടോടെ തന്നെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ ഇലയപ്പം കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ചൂടാണ്, എന്നാലും നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല. നമുക്ക് കഴിച്ചേ പറ്റൂ, നല്ല വിശപ്പും ഉണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ചൂടാണ്. എന്നാലും നമ്മൾ വിട്ടു കൊടുത്തില്ല, പൊളിക്കണമെന്ന് തന്നെ വിചാരിക്കുകയാണ്. നല്ല കളറുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചക്കപ്പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ ആ ഒരു മണം, ആവിയിൽ വെന്ത വട്ടയിലേൻ്റെയൊക്കെ ഒരു മണമുണ്ട്. ശർക്കരയും പഞ്ചസാരയൊന്നും ഇട്ടില്ലെങ്കിൽ എന്താ, പക്ഷെ ചൂടാണ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പൊളിച്ചെടുത്തേട്ടോ, നമ്മൾ വിട്ടുകൊടുക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ. ചക്കപ്പഴം കിട്ടുമ്പോൾ വട്ടയിൽ തന്നെ ചുടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എനിക്കിഷ്ടം അതാണ് കേട്ടോ.